ഇന്ന് നമ്മൾ റോഡിൻ്റെ ക്യാമ്പർ എന്താണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ക്യാമ്പർ എന്ന് പറഞ്ഞത്, റോഡിൻ്റെ ക്യാമ്പർ എന്ന് പറഞ്ഞത്, നമ്മളൊരു റോഡ് എടുത്തു കഴിഞ്ഞാൽ, റോഡാണെന്ന് വിചാരിക്കുക. ഈ റോഡിൻ്റെ ക്രോസ് സെക്ഷൻ എടുക്കുക. ക്രോസ് സെക്ഷൻ എന്ന് വെച്ചാൽ ഈ റോഡിനെ നമ്മൾ കുറുകെ മുറിച്ചിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ദിശയിലോട്ട് നോക്കുകയാണെന്ന് വിചാരിക്കുക. ഇങ്ങനെ ഒരു ദിശയിലോട്ട്, ഇതിനെ കുറുകെ മുറിച്ച് ഇങ്ങനെ ഒരു ദിശയിലോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ക്രോസ് സെക്ഷണൽ വ്യൂ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഫ്ലാറ്റ് സർഫസ് ആയിരിക്കത്തില്ല. അപ്പം നമ്മൾ റോഡിൻ്റെ ക്രോസ് സെക്ഷണൽ വ്യൂ ആണെന്ന് എടുത്തു കഴിഞ്ഞാൽ ഇതിന് മുകളിലോട്ട് ഒരു കോൺവെക്സ് ആയിട്ടുള്ള ഒരു ഷേപ്പ് റോഡിനുണ്ടായിരിക്കും. അല്ലാതെ ഒരു ഫ്ലാറ്റ് ഷേപ്പ് ആയിരിക്കത്തില്ല റോഡിനുണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ കോൺവെക്സ് ഷേപ്പിൻ്റെ ഏറ്റവും ഹൈറ്റ് കൂടിയ പാർട്ടിനെ നമ്മൾ വിളിക്കുന്ന പേര് ക്രൗൺ എന്നാണ്. ഈ ക്രൗണും റോഡിൻ്റെ എഡ്ജും തമ്മിൽ നമ്മളിങ്ങനെ മുട്ടിപ്പിക്കുമ്പോൾ, ഇങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ നമുക്കൊരു സ്ലോപ്പ് കിട്ടും. ഈ സ്ലോപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്യാമ്പർ. ഈ ക്യാമ്പറിനെ നമ്മൾ റെഫർ ചെയ്യുന്ന മറ്റു പേരുകളുണ്ട്. അതിലൊന്നാണ് ക്രോസ് സ്ലോപ്പ്, അതുപോലെ ക്രോസ് ഫാൾ, അതുപോലെ ട്രാൻസ്വേഴ്സ് സ്ലോപ്പ്. ഈ പേരുകളും ഉണ്ട്. ഈ ക്യാമ്പറിനെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മറ്റു പേരുകളാണ് ഇത്. ഈ ക്യാമ്പർ അല്ലെങ്കിൽ നമ്മളതിനെ ട്രാൻസ്വേഴ്സ് സ്ലോപ്പ് എന്ന് വിളിക്കും. ഇതിനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് 1/n ഈ രീതിയിലായിരിക്കും നമ്മൾ ഈ ക്യാമ്പറിനെ അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് സ്ലോപ്പിനെ എക്സ്പ്രസ് ചെയ്യുന്നത്. അതായത് 1 വെർട്ടിക്കൽ ടു n ഹൊറിസോണ്ടൽ എന്നാണ് അതിൻ്റെ മീനിങ്. അതായത് നമ്മളിപ്പോൾ ഒരു മട്ടത്രികോണം എടുക്കുകയാണ്, അതായത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഈ വെർട്ടിക്കൽ ഹൈറ്റിനെ 1 എന്നും ഈ ഒരു ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനെ നമ്മൾ n എന്നെടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സ്ലോപ്പ് എന്ന് പറയുന്നത് 1/n എന്ന് പറയുന്ന രീതിയിലായിരിക്കും നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ക്യാമ്പറിനെ അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് സ്ലോപ്പിനെ എക്സ്പ്രസ് ചെയ്യുന്നത്. ഇത് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഈ ഒരു ആംഗിളിനെ നമ്മൾ തീറ്റ എന്ന് പറഞ്ഞ് എടുക്കുകയാണെങ്കിൽ ഈ ഒരു ട്രയാങ്കിളിൻ്റെ ടാൻ തീറ്റ നമ്മൾ എടുക്കും. ഈ ടാൻ തീറ്റ എടുക്കുമ്പോൾ ടാൻ തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് അഥവാ എതിർവശം എന്ന് പറയുന്നത് 1 ബൈ അഡ്ജസൻറ്റ് സൈഡ് അഥവാ സമീപവശം എന്ന് പറയുന്നത് n, 1/n എന്ന് കിട്ടും. നമുക്കിവിടുത്തെ തീറ്റ വളരെ ചെറിയൊരു വാല്യൂ ആയതുകൊണ്ട് ഈ ടാൻ തീറ്റേനെ നമുക്ക് തീറ്റയ്ക്ക് ഈക്വലായിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ തീറ്റ എന്ന് പറയുന്നത് 1/n എന്ന് കിട്ടും. അപ്പോൾ ഈ ഒരു ആംഗിളിനെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഈ 1/n കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഈ ഒരു ചരിവ്. ഇനി നമുക്കൊരു കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു റോഡ്, ഈ റോഡിൻ്റെ ട്രാൻസ്വേഴ്സ് സ്ലോപ്പ് അഥവാ ക്യാമ്പർ എന്ന് പറയുന്നത് 1/40 ആണ്. അതുപോലെ ഈ റോഡിൻ്റെ വീതി എന്ന് പറയുന്നതും 40 മീറ്റർ ആണ്. എങ്കിൽ ഇതിൻ്റെ ക്രൗണിൻ്റെ ഹൈറ്റ് എത്ര എന്നൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ റോഡിന് 40 മീറ്റർ വീതിയുണ്ട്. അപ്പോൾ റോഡ് ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നത്. റോഡിൻ്റെ ഏറ്റവും ഹൈറ്റ് കൂടിയ പാർട്ടിനെയാണ് നമ്മൾ ക്രൗൺ എന്ന് വിളിക്കുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ട ഈ ക്രൗണിൻ്റെ ഹൈറ്റിനെ നമ്മൾ എക്സ് എന്ന് എടുക്കുന്നു. ഈ 40 മീറ്ററിൻ്റെ പകുതി ആയിരിക്കും ഇവിടെ വരുന്നത്. അപ്പോൾ ഇത് 20 മീറ്റർ. ഈ ഹാഫ് എന്ന് പറയുന്നത് 20 മീറ്റർ. ഇനി ഇതിനെ നമ്മൾ യോജിപ്പിച്ചൊരു സ്ലോപ്പായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇത് ആംഗിൾ തീറ്റ. ഇതാണ് റോഡിൻ്റെ 2 എഡ്ജ്. നമുക്ക് ഈ ഹൈറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഈ ആംഗിളിൻ്റെ
ട്രയാങ്കിളിൻ്റെ ടാൻ തീറ്റ എടുക്കുക. ടാൻ തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് എക്സ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത് വീതിയുടെ പകുതി 20. അപ്പോൾ നമുക്ക് ഈ ടാൻ തീറ്റേനെ തീറ്റയ്ക്ക് ഈക്വലായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ക്യാമ്പർ തന്നിട്ടുണ്ട്. ട്രാൻസ്വേഴ്സ് സ്ലോപ്പ് 1/40 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ തീറ്റ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ടാൻ തീറ്റയെ നമുക്ക് 1/40 എന്നെടുക്കാം. ഇത് ഈക്വൽ ടു x/20. അപ്പോൾ ഈ എക്സ് എന്ന് പറയുന്നത് 20/40. അപ്പോൾ 1/2.5 മീറ്റർ എന്ന് കിട്ടും. അതായത് ഈ ഒരു ക്രൗൺ ഹൈറ്റ് എന്ന് പറയുന്നത് 0.5 മീറ്റർ ആണ്. അപ്പോൾ നമുക്ക് ഒരു റോഡിൻ്റെ ക്യാമ്പറും റോഡിൻ്റെ വീതിയും നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ക്രൗൺ ഹൈറ്റ് ഈ രീതിയിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഈ ക്യാമ്പറുകളെ നമുക്ക് എങ്ങനെ പെർസെൻറ്റേജിലും എക്സ്പ്രസ് ചെയ്യാം. അപ്പോൾ നമുക്ക് പെർസെൻറ്റേജിലും എക്സ്പ്രസ് ചെയ്യാം. അപ്പോൾ ഇത് എന്താണ് ഓഫ് റോഡ് വിഡ്ത്ത്, റോഡിൻ്റെ വീതിയുടെ പെർസെൻറ്റേജിലും നമുക്ക് ക്യാമ്പറിനെ എക്സ്പ്രസ് ചെയ്യാൻ കഴിയും. ഉദാഹരണത്തിന് 2.5% ക്യാമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉദ്ദേശിക്കുന്നത് 100 മീറ്റർ വീതിയുള്ള ഒരു റോഡിൻ്റെ ക്രൗൺ ഹൈറ്റ് എന്ന് പറയുന്നത് 2.5 മീറ്റർ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ക്യാമ്പറിനെ പെർസെൻറ്റേജിൽ എക്സ്പ്രസ് ചെയ്യുമ്പോൾ ഉദ്ദേശിക്കുന്നത്. അടുത്തത് ക്യാമ്പറിൻ്റെ നെസസിറ്റി. നമ്മളൊരു റോഡിൽ ക്യാമ്പർ കൊടുക്കുന്നത് കൊണ്ട്, ക്യാമ്പർ എന്തിനാണ് പ്രധാനമായിട്ടും നമ്മൾ ക്യാമ്പർ എന്തുകൊണ്ടാണ് റോഡുകളിൽ കൊടുക്കുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ക്വിക്ക് ഡിസ്പോസൽ ഓഫ് ഡ്രെയിൻ വാട്ടർ അല്ലെങ്കിൽ ഡ്രെയിനേജ്, നമ്മുടെ റോഡുകളിലോട്ട് പെട്ടെന്ന് തന്നെ മഴവെള്ളം വീഴുമ്പോഴത്തേക്ക് ഇതിനെ വളരെ എളുപ്പത്തിൽ സൈഡിലോട്ട് ഒഴുകി വിടാനും പെട്ടെന്ന് തന്നെ ഈ മഴവെള്ളത്തെ ഇതിൽ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ക്യാമ്പറിൻ്റെ പ്രധാനപ്പെട്ട ഉപയോഗം, ആവശ്യകത അതാണ്. ഇപ്പോൾ എന്തിനാണ് ഈ റെയിൻ വാട്ടർ വളരെ പെട്ടെന്ന് തന്നെ ഇവിടുന്ന് മാറ്റേണ്ട ആവശ്യകത എന്തെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ റെയിൻ വാട്ടർ പെട്ടെന്ന് തന്നെ സബ് ഗ്രേഡിലോട്ട് ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. സബ് ഗ്രേഡിലോട്ട് റെയിൻ വാട്ടർ പോയി കഴിഞ്ഞാൽ റോഡ് പെട്ടെന്ന് തന്നെ ഫെയിലാവും. അതുപോലെ തന്നെ ഈ റോഡിൽ വെള്ളം കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ വാഹനങ്ങൾക്ക് സ്ലിപ്പ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പം വാഹനങ്ങളുടെ സ്ലിപ്പ് ഒഴിവാക്കുന്നതിനും വളരെ വേഗത്തിൽ തന്നെ മഴക്കാലത്തും ഈ റോഡിലൂടെ വണ്ടികൾക്ക് ഓടുന്നതിനും വേണ്ടിയിട്ടാണ് ഈ ക്യാമ്പർ കൊടുത്തിരിക്കുന്നത്. അടുത്തത് റേറ്റ് ഓഫ് ക്യാമ്പർ. ഇനി ഈ ക്യാമ്പർ നമ്മൾ ഒരു റോഡിന് കൊടുക്കുമ്പോൾ അതിന് എത്ര റേറ്റിൽ കൊടുക്കണം എന്നുള്ള ഇതാണ് നമ്മളിനി നോക്കുന്നത്. അപ്പോൾ ഈ റേറ്റ് ഓഫ് ക്യാമ്പർ നിർണ്ണയിക്കുന്നത് പ്രധാനമായും 2 കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഒന്ന് എന്ന് പറയുന്നത് അവിടുത്തെ റെയിൻഫാൾ, ആ ഒരു പ്രദേശത്ത് എന്തുമാത്രം മഴ ലഭിക്കുന്നു എന്നുള്ളത് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ റേറ്റ് തീരുമാനിക്കുന്നത്. രണ്ടാമത്തേതെന്ന് പറയുന്നത് അവിടുത്തെ പേവ്മെൻറ്റിൻ്റെ ടൈപ്പ്, ഏത് തരത്തിലുള്ള പേവ്മെൻറ്റാണ് അവിടെ കൊടുത്തിരിക്കുന്നത് എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തി. അപ്പം റേറ്റ് ഓഫ് ക്യാമ്പറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന് അവിടുത്തെ റെയിൻഫാൾ, മഴയുടെ അളവ്, ഒന്ന് പേവ്മെൻറ്റിൻ്റെ ടൈപ്പ്. ഇപ്പോൾ പേവ്മെൻറ്റിൻ്റെ ടൈപ്പ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതും അതുപോലെ പെർമിയബിൾ എന്ന് പറയുമ്പോൾ വെള്ളം എളുപ്പത്തിൽ ഊർന്നു പോകുന്ന തരത്തിലുള്ള സോയിലും ഒക്കെ ആണെങ്കിൽ അവിടെ നമ്മൾ ഈ ക്യാമ്പർ കൊടുത്തിരിക്കുന്നത് ഒരുപാട് സ്റ്റീപ്പറായിട്ടായിരിക്കും കൊടുക്കുന്നത്. ഒരുപാട് ചരിവ് ക്യാമ്പറിന് കൊടുക്കും. ഇനി നേരെ തിരിച്ച് ഹാർഡും ഇംപെർമിയബിളുമായിട്ടുള്ള സോയിലാണെങ്കിൽ അവിടെ നമ്മൾ ക്യാമ്പർ എന്ന് പറയുന്നത് ഫ്ലാറ്റ് ആയിട്ടുള്ള ക്യാമ്പർ ആയിരിക്കും, വളരെ സ്ട്രെയിറ്റ് ലൈനായിട്ടുള്ള ക്യാമ്പർ, ഒരുപാട് സ്റ്റീപ്പ് അവിടെ കൊടുക്കത്തില്ല. ഇനി നമ്മൾ ഈ ക്യാമ്പർ കൊടുക്കുമ്പോൾ ഈ ക്യാമ്പർ എന്ന് പറയുന്നത് ഒരുപാട് സ്റ്റീപ്പായി വളരെ വലിയ രീതിയിൽ സ്റ്റീപ്പ് ആവാൻ പാടില്ല, അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള ക്യാമ്പറും ആവാൻ പാടില്ല. ഇത് രണ്ടും ആവാൻ പാടില്ല. ഇപ്പോൾ ചെറിയ രീതിയിലൊരു ക്യാമ്പറാണ് ഉണ്ടാവുകയാണെങ്കിൽ ആ ക്യാമ്പറുള്ള സ്ഥലത്ത് മഴ പെയ്യുമ്പോൾ മഴവെള്ളം കെട്ടിക്കിടക്കാനുള്ള സാധ്യത, ഒരു പൂള് പോലെ
മഴവെള്ളം കെട്ടിക്കിടക്കാനുള്ള സാധ്യത കൂടുതലാണ്. ആ സമയത്ത് ടയർ വണ്ടി അതുവഴി ഓടുമ്പോൾ ടയർ കൊണ്ട് തന്നെ ഒരു സ്പ്ലാഷിംഗ് ഉണ്ടാകും, വെള്ളം സ്പ്ലാഷ് ചെയ്യും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഈ വെള്ളം മണ്ണിലോട്ട് പെർക്കുലേറ്റ് ചെയ്ത് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി ഒരുപാട് സ്റ്റീപ്പായിട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ, ഒരുപാട് സ്റ്റീപ്പായിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടികൾ ഈ ഏറ്റവും ഹൈറ്റ് കൂടി ഈ ക്രൗണിൻ്റെ ഭാഗത്തു കൂടി വണ്ടികൾ സഞ്ചരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ കൂടുതൽ വെയിറ്റ് ഈ സെൻറ്റർ ഭാഗത്ത് വരികയും ഇവിടെ പെട്ടെന്ന് തന്നെ നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ മഴവെള്ളം പെട്ടെന്ന് വളരെ സ്പീഡിന് എറോഷൻ സംഭവിക്കും. വളരെ സ്പീഡിനായിട്ട് പെട്ടെന്ന് തന്നെ മഴവെള്ളം ഒഴിച്ചു പോകുന്നത് കൊണ്ട് തന്നെ റോഡ് പെട്ടെന്ന് ഡാമേജ് ആവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ റോഡിൽ ഈ ഒരു ചരിവുള്ളത് കൊണ്ട് വണ്ടിയുടെ ടയറിൻ്റെ തേയ്മാനം ഈക്കലാവാതെ ഇരിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ ഒരുപാട് സ്റ്റീപ്പായിട്ടും നമ്മൾ ക്യാമ്പർ കൊടുക്കാൻ പാടില്ല. അപ്പോൾ ക്യാമ്പർ ഒരുപാട് ചെറുതും ആവാൻ പാടില്ല, ഒരുപാട് സ്റ്റീപ്പും ആവാൻ പാടില്ല. ഇനി ക്യാമ്പറിൻ്റെ ഷേപ്പുകൾ നോക്കാം. ക്യാമ്പർ പ്രധാനമായിട്ടും 3 തരത്തിലുള്ള ഷേപ്പുകളിലാണുള്ളത്. ഒന്ന് പരാബോളിക് ക്യാമ്പർ, രണ്ടാമത്തത് സ്ട്രെയിറ്റ് ലൈൻ ക്യാമ്പർ, മൂന്നാമത്തത് കമ്പൈൻഡ് ക്യാമ്പർ. ഇതിൽ പരാബോളിക് ക്യാമ്പർ നോക്കിക്കഴിഞ്ഞാൽ അതിന് ഒരു കർവ് ഷേപ്പായിരിക്കും വരുന്നത്. ഇതുപോലെ ഒരു പരാബോള അല്ലെങ്കിൽ ഒരു എലിപ്സിൻ്റെ ഷേപ്പിൽ വരുന്നതിനെയാണ് നമ്മൾ പരാബോളിക് ക്യാമ്പർ എന്ന് പറയുന്നത്. ഇതിൻ്റെ സെൻറ്റർ പോർഷൻ എന്ന് പറയുന്നത് ഏകദേശം ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെയും എഡ്ജിൻ്റെ ഭാഗം എന്ന് പറയുന്നത് ചെറുതായിട്ടൊരു സ്റ്റീപ്പായിട്ടും ഇരിക്കുന്നതിനെയാണ് നമ്മൾ പരാബോളിക് ക്യാമ്പർ എന്ന് പറയുന്നത്. കൂടുതൽ സ്പീഡിന് പോകുന്ന വെഹിക്കിളെല്ലാം ഈ റോഡായിരിക്കും പ്രിഫർ ചെയ്യുന്നത്. വെഹിക്കിളിന് ഒരുപാട് സ്പീഡിലൊക്കെ പോകാൻ ഈ തരത്തിലുള്ള ഒരു ക്യാമ്പർ ആയിരിക്കും നല്ലത്. ഇനി സ്ട്രെയിറ്റ് ലൈൻ ക്യാമ്പർ എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ ഒരു ക്രൗൺ ഉണ്ടായിരിക്കും. ഈ ക്രൗണും ഇതിൻ്റെ എഡ്ജും തമ്മിൽ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ ബന്ധിപ്പിക്കുന്നതിനെയാണ് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ ക്യാമ്പർ എന്ന് വിളിക്കുന്നത്. കമ്പൈൻഡ് ക്യാമ്പർ എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ നമ്മുടെ ഈ സ്ട്രെയിറ്റ് ലൈനും പരാബോളിക്കും കൂടെ കമ്പൈൻ ചെയ്തായിരിക്കും ഇരിക്കുന്നത്. ഇതിൽ ഈ സെൻട്രൽ പോർഷൻ എന്ന് പറയുന്നത് ഏകദേശം ചെറിയൊരു പരാബോളിക്കും മറ്റ് എഡ്ജിലുള്ള ഭാഗങ്ങൾ സ്ട്രെയിറ്റ് ലൈനുമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെയാണ് കമ്പൈൻഡ് പോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ സെൻട്രൽ ആയിട്ടുള്ള പോർഷൻ പരാബോളിക്കായിട്ടുള്ള ഷേപ്പും എഡ്ജസുകൾ സ്ട്രെയിറ്റ് ലൈനുമായിട്ടായിരിക്കും വരുന്നത്. ഇതാണ് കമ്പൈൻഡ്. അങ്ങനെ 3 ടൈപ്പിലുള്ള ക്യാമ്പറുകളാണ് ഉള്ളത്.